Next, statistical hypothesis. നമ്മൾ പൊതുവെ സാമ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് സാമ്പിൾ സ്റ്റഡിയെ ബേസ് ചെയ്തുകൊണ്ട് പോപ്പുലേഷൻ പാരാമീറ്റർ കണ്ടെത്തുന്നു. അങ്ങനെ പോപ്പുലേഷൻ പാരാമീറ്റർ കണ്ടെത്തുമ്പോൾ നമുക്ക് പോപ്പുലേഷനെ ബേസ് ചെയ്ത് ചില അസംഷൻസ് കൊടുക്കേണ്ടതായി വരും. ഇങ്ങനെ നാം കൊടുക്കുന്ന അസംഷൻസ് ആണ്, അതായത് പോപ്പുലേഷനെ ബേസ് ചെയ്ത് കൊടുക്കുന്ന അസംഷൻസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പൊ in any statistical test or in any test of hypothesis, we begin with an assumption about population from which the sample is drawn. That assumption is called statistical hypothesis. This assumption is called statistical hypothesis or hypothesis. Next, null hypothesis and alternative hypothesis. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസിനെ രണ്ടായി തിരിക്കുകയാണ്, നൾ ഹൈപ്പോത്തിസിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഒറിജിനൽ ഹൈപ്പോത്തിസിസ് ആണ്. അതായത് ഒരു എൻക്വയറി അഥവാ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് അസംഷനെ ബേസ് ചെയ്തുകൊണ്ടാണോ ചെയ്യുന്നത് ആ അസംഷൻ, അതാണ് നൾ ഹൈപ്പോത്തിസിസ്. അപ്പൊ എന്താണ് നൾ ഹൈപ്പോത്തിസിസ്? ഒറിജിനൽ ഹൈപ്പോത്തിസിനെയാണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി അഥവാ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ ഏത് അസംഷനെ ബേസ് ചെയ്താണോ നമ്മൾ എൻക്വയറി കണ്ടക്ട് ചെയ്യുന്നത് ആ അസംഷൻ ആണ് നൾ ഹൈപ്പോത്തിസിസ്. നൾ ഹൈപ്പോത്തിസിനെ പൊതുവെ H0 അഥവാ H0 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. എന്താണ് നൾ ഹൈപ്പോത്തിസിസ്? നൾ ഹൈപ്പോത്തിസിസ് ദ ഒറിജിനൽ ഹൈപ്പോത്തിസിസ്. ഇറ്റ് ഈസ് ദ ഹൈപ്പോത്തിസിസ് ദാറ്റ് ദ ഇൻവെസ്റ്റിഗേറ്റർ സെറ്റ്സ് അപ്പ് ആൻഡ് പ്രൊസീഡ്സ് ടെസ്റ്റ്. എന്താ പറഞ്ഞ? ഇറ്റ് ഈസ് ദ ഹൈപ്പോത്തിസിസ് that the investigator sets up and proceeds test. ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ വരുമ്പോൾ ആദ്യം ഒരു അസംഷൻ കൊടുക്കുന്നു, ഹൈപ്പോത്തിസിസ് കൊടുക്കുന്നു, എന്നിട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. ആ ഏതാണോ അസംഷൻ അത് ഹൈപ്പോത്തിസിസ് കൊടുത്തത് അതാണ് നൾ ഹൈപ്പോത്തിസിസ്. നൾ ഹൈപ്പോത്തിസിസ് is denoted by H0 or H0. When we reject the null hypothesis, we have to accept another hypothesis. When we reject the null hypothesis, we have to accept another hypothesis. That hypothesis is called alternative hypothesis. When null hypothesis നമ്മൾ റിജക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നു, that hypothesis is not true, നമുക്ക് റിജക്ട് ചെയ്യേണ്ടി വരുന്നു എങ്കിൽ നമ്മൾ അത് മറ്റൊന്ന് അക്സെപ്റ്റ് ചെയ്തേ മതിയാവും. അപ്പം നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യുമ്പോൾ നാം അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഹൈപ്പോത്തിസിസ് ഏതാണോ അതാണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. വാട്ട് ഈസ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്? വെൻ വി റിജക്ട് ദ നൾ ഹൈപ്പോത്തിസിസ് വി ഹാവ് ടു അക്സെപ്റ്റ് അനദർ ഹൈപ്പോത്തിസിസ് ദാറ്റ് ഈസ് കോൾഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. നമുക്കിതൊരു എക്സാമ്പിൾ ഉണ്ടെന്ന് ക്ലിയർ ചെയ്യാം. സപ്പോസ് we want to test population mean is 65. Population mean 65 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൈപ്പോത്തിസിസ് എന്തായിരിക്കും? Population mean is equal to 65. That is null hypothesis H0 is population mean is equal to 65. Population mean mu എന്നാണ് പറയുക. അപ്പം mu is equal to 65. ഇതിനെ എന്ത് പറയും? നൾ ഹൈപ്പോത്തിസിസ്. അപ്പൊ അതിന്റെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ത് വരും? എപ്പോഴാണ് നമ്മൾ ഇത് റിജക്ട് ചെയ്യേണ്ടി വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഹൈപ്പോത്തിസിസ് ആണല്ലോ.
അപ്പോൾ ഇതിന്റെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ത് വരും? ഹിയർ ദ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഈസ് mu is not equal to 65. അപ്പോൾ ഇവിടെ നമ്മൾ നൾ ഹൈപ്പോത്തിസിനെ H0 കൊണ്ടും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിനെ H1 കൊണ്ടുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ H0 നൾ ഹൈപ്പോത്തിസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? H0. What is here H0 or null hypothesis is population mean, that is mu is equal to 65. Then the alternative hypothesis, that is H1, is mu is not equal to 65. Next, type 1 and type 2 error. ശ്രദ്ധിച്ചേ, type 1 and type 2 error, അതാ 1ഉം 2ഉം ഇങ്ങനെ തന്നെ ആയിരിക്കണം കൊടുക്കുന്നത്. type 1 error, type 2 error. നമ്മൾ പറഞ്ഞു എറർ എന്ന് പറയുമ്പോഴേ അറിയാം അല്ലേ, മിസ്റ്റേക്ക് ഉണ്ടാകാനുള്ള ചാൻസ്. ഇപ്പം നമ്മൾ സാമ്പിളിനെ ബേസ് ചെയ്ത് സാമ്പിൾ സ്റ്റഡി കണ്ടക്ട് ചെയ്യുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് പോപ്പുലേഷന് ഇൻഫറൻസ് അഥവാ കൺക്ലൂഷൻ കണ്ടെത്തുകയും ചെയ്യുന്നു. സാമ്പിൾ സ്റ്റഡി കണ്ടക്ട് ചെയ്യുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് പോപ്പുലേഷന് ഇൻഫറൻസ് അഥവാ കൺക്ലൂഷൻ കൊടുക്കുന്നു. അതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ചെയ്യുന്നത്. ഈ ഇൻഫറൻസ്, അതായത് ഇൻഫറൻസ് അബൌട്ട് പോപ്പുലേഷൻ, അത് ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ട്രൂ. അപ്പം അത് എപ്പോഴും ശരിയാകണമെന്നില്ല. നമ്മൾ കൊടുക്കുന്ന കൺക്ലൂഷൻ എപ്പോഴും ശരിയാകണമെന്നില്ല. അപ്പോ ഈ സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ കൊടുത്ത ഇൻഫറൻസിന്റെ, അതായത് കൺക്ലൂഷന്റെ വാലിഡിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാനായി പല സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യും. ആ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ 4 കൺക്ലൂഷനിലാണ് എത്തുക. ഏതൊക്കെ കൺക്ലൂഷൻസ്? നമ്പർ 1, accept H0 or null hypothesis when it is true. Null hypothesis true ആണ്, അപ്പോൾ accept ചെയ്യുന്നു, hypothesis accept ചെയ്യുന്നു. Second case, reject H0 or null hypothesis when it is false. നമ്മുടെ hypothesis false ആവുന്നു, നമ്മൾ ആ hypothesis റിജക്റ്റ് ചെയ്യുന്നു. Third one, reject H0 or null hypothesis when it is true. നമ്മുടെ ഹൈപ്പോത്തിസിസ് ട്രൂ ആയിരുന്നു, പക്ഷെ നമ്മൾ റിജക്റ്റ് ചെയ്തു, അത് തെറ്റല്ലേ? Then 4, accept H0 or null hypothesis. Accept H0 or null hypothesis when it is false. നമ്മൾ കൊടുത്ത null hypothesis false ആയിരുന്നു, എന്നിട്ട് നമ്മൾ accept ചെയ്യുന്നു. അപ്പോൾ 4 കൺക്ലൂഷനിൽ വരാം. First 2 are correct conclusions and the last 2 are wrong conclusions. റോങ് കൺക്ലൂഷനിൽ വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അങ്ങനെ ആ റോങ് കൺക്ലൂഷൻ നമ്മൾ കൊടുത്തുപോയാൽ വരുന്ന അത് എററാണ്. അതിനാണ് നമ്മൾ ടൈപ്പ് 1 എറർ എന്നും ടൈപ്പ് 2 എറർ എന്നും പറയുന്നത്. എറർ, സ്റ്റാറ്റിസ്റ്റിക്കൽ എറർ. അപ്പൊ എന്താണ് ടൈപ്പ് 1 എറർ? ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്, ടൈപ്പ് 1 എറർ ട്രൂ ആയിട്ട് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു. അപ്പൊ വാട്ട് ഈസ് ടൈപ്പ് 1 എറർ? റിജക്ട് H0 or null hypothesis when it is true is called type 1 error. Type 1 error. Then what is type 2 error? Accept H0 when it is false. Accept H0 when it is false is called type 2 error.
It's very important. Type 1 error and type 2 error. Differentiate ചെയ്യാനും ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിൽ വരുന്ന എറർ ഇത് രണ്ടും 2 മാർക്സിനും 5 മാർക്സിനും ഒക്കെ ചോദിക്കാൻ കൊള്ളാം. അപ്പോൾ വ്യക്തമായിട്ട് ഓർക്കുക, മിസ്റ്റേക്ക് വരരുത്. വാട്ട് ഈസ് ടൈപ്പ് 1 എറർ? റിജക്റ്റ് null hypothesis H0 when it is true, and the type 2 error is accept H0 or null hypothesis when it is false. Okay, അപ്പം type 1 and type 2 error കഴിഞ്ഞു. നെക്സ്റ്റ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മളെ ടൈപ്പ് 1 എറർ നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോകാനുള്ള ചാൻസ്, അല്ലെ, പ്രോബബിലിറ്റി ഓഫ് കമ്മിറ്റിംഗ് ടൈപ്പ് 1 എറർ ഇസ് കോൾഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. പ്രോബബിലിറ്റി മീൻസ് ചാൻസ്. ഇപ്പൊ ചാൻസ് ഓഫ് കമ്മിറ്റിംഗ് ടൈപ്പ് 1 എറർ, നമ്മുടെ ഭാഗത്തു നിന്ന് ടൈപ്പ് 1 എറർ സംഭവിക്കാനുള്ള ചാൻസ്, ആ എറർ സംഭവിക്കാനുള്ള ചാൻസിനാണ് ഇവിടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ആൽഫ. ഇറ്റ് മേ ബി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് മേ ബി 10%, 5% or 1%. അല്ലെ, പൊതുവേ നമ്മൾ മാക്സിമം 10% വരെയൊക്കെ എടുക്കാറുള്ളൂ. നമ്മളിൽ നിന്ന് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ആണ്. അപ്പൊ 10% വരെ പോകാറുള്ളൂ, അല്ലെ. അപ്പൊ ഇറ്റ് മേ ബി 10%, 5% or 1%. 1% ചാൻസേ ഉള്ളൂ എൻ്റെ എറർ വരാൻ എന്ന് പറഞ്ഞാൽ 95% ഞാൻ കറക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു. 5% ആണ് ചാൻസ് എന്ന് പറയുമ്പോൾ 95% ഞാൻ വളരെ കറക്റ്റ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. only മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് only 5%. ഓക്കെ, അപ്പം നോർമലി ഇങ്ങനെ നമ്മൾ 3 ഫോളോ ചെയ്യാറുണ്ടെങ്കിലും ജനറലി വി ഫോളോ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് മേ ബി 10%, 5% or 1%. ജനറലി വി ഫോളോ 5%. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് പോകുന്ന 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. എൻ്റെ എറർ വരാനുള്ള ചാൻസ് 5% ആണുള്ളത്. 95% കറക്റ്റ് ആണ് എൻ്റെ എൻക്വയറി. ക്ലിയർ? നെക്സ്റ്റ് കൺസെപ്റ്റ്, ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം refers to number of independent items in a series. Number of independent items in a series. ഇതെങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? It is obtained by deducting number of constraints from total number of items. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? It is calculated by deducting the number of constraints from total number of items. അതായത് for small samples degree of freedom is equal to n-1. അപ്പം സാമ്പിളിന്റെ സൈസ് അനുസരിച്ചിരിക്കും ഡിഗ്രി ഓഫ് ഫ്രീഡം. സ്മോൾ സാമ്പിൾ ആണെങ്കിൽ, സ്മോൾ സാമ്പിൾ മീൻസ് ലെസ് ദാൻ 30, അപ് ടു 30 വരെ നമ്മൾ സ്മോൾ സാമ്പിൾ എന്ന് പറയും. അപ്പൊ അത് അപ് ടു 30 വരെ ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം n-1. ആൻഡ് ഫോർ ലാർജ് സാമ്പിൾസ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഇൻഫിനിറ്റി. But what is degree of freedom? It refers to number of independent items. How can we calculate degree of freedom? It is obtained by deducting the number of constraints from total number of items. That is, for small samples, degree of freedom is n-1, and for large samples, degree of freedom is infinity.